ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം ബിനീഷ് അലപ്പാറ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമുക്കറിയാം സാധാരണ ഒരു വ്യക്തി ജനിക്കുമ്പോൾ, ഒരു കുട്ടി ജനിക്കുമ്പോഴേക്കും ഒരു ഹോസ്പിറ്റലിലാണ് ജനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസുകൾ ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു നിർദ്ദിഷ്ട ഒരു ഫോർമാറ്റിൽ അപേക്ഷ നൽകുകയും ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ പഞ്ചായത്ത് ഏതാണോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കായിട്ട് ഈ ഒരു അപേക്ഷ ഹോസ്പിറ്റലുകാർ തന്നെ കൈമാറുകയും അവിടെ നിന്ന് ആ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് എടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഒരു കുട്ടിയുടെ ബർത്ത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഒരു കുട്ടി ജനിക്കുന്നത് വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ബർത്ത് രജിസ്റ്റർ ചെയ്യുന്നത്, അതിൻ്റെ ഫോർമാറ്റുകൾ എന്തൊക്കെയാണ്, അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു കുട്ടി ജനിക്കുന്നത് വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുന്നത് എന്നാണ്. അപ്പോൾ സാധാരണയായിട്ട് 21, ഒരു കുട്ടി ജനിച്ച് വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിലും കുട്ടി ജനിച്ച് 21 ദിവസം വരെയാണ് പേര് ചേർക്കുന്നതിനായിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കുന്നതിനായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിലും ശരി, 21 ദിവസത്തിനകം നമ്മൾ അപേക്ഷ തദ്ദേശ സ്വയംഭരണ ഏത് പഞ്ചായത്തിലാണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേറ്റ് ഓഫീസിലാണോ ജനിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നമ്മൾ അപേക്ഷ നൽകുകയും അങ്ങനെയാണ് പേര് ചേർക്കുന്നത്. എന്നാൽ ഒരു വീട്ടിലാണ് ജനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു അപേക്ഷയോടൊപ്പം 21 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഓരോ പഞ്ചായത്തിനും ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട്. നിങ്ങളുടെ ഏരിയയുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആരാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും കൂടെയാണ് ഒരു ബർത്ത് രജിസ്റ്ററിൽ പേര് ചേർക്കുന്നത്. അങ്ങനെ 21 ദിവസം വരെയാണ് ചേർക്കേണ്ട സമയം. എന്നാൽ 21 ദിവസം മുതൽ 31 ദിവസം വരെയാണ്, 30 അല്ലെങ്കിൽ 31 ദിവസം വരെയാണ് സമയം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 21 ദിവസം വരെ പേര് ചേർക്കാൻ സാധിച്ചില്ല. ഈ 31 ദിവസം വരെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ നൽകുമ്പോഴേക്കും ഈ ഒരു ബർത്ത് പേര് ചേർക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് കടകളിൽ നിന്നൊക്കെ ലഭ്യമാകുന്നതാണ്. ഈ ഒരു അപേക്ഷ ഫോം പൂരിപ്പിച്ചതിന് ശേഷമാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ ഫോറത്തിൽ മാതാപിതാക്കളുടെ പേര്, മാതാപിതാക്കളുടെ അഡ്രസ്സ്, ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, കുട്ടിയുടെ പേര് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീണ്ടും നമുക്ക് പേര് ചേർക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. അങ്ങനെ പേര് ചേർക്കുക, ഡേറ്റ് ഓഫ് പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ഇത്രയും വിവരങ്ങളാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഫോറത്തിൽ പൂരിപ്പിക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ അപേക്ഷ നൽകുമ്പോഴേക്കും ഈ 21 ദിവസം മുതൽ 31 ദിവസം വരെയാണ് ഈ കുട്ടി വീട്ടിൽ ജനിച്ചത് എന്നുണ്ടെങ്കിൽ അപേക്ഷ നൽകുമ്പോഴേക്കും ഈ ഒരു അപേക്ഷയോടൊപ്പം നിങ്ങൾ 2 രൂപ ഒരു ഫീസായിട്ട് അടയ്ക്കേണ്ടതാണ്, ഫൈനായിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 21 ദിവസത്തിനുള്ളിൽ അടച്ചില്ല എന്നുള്ളൊരു റീസൺ മൂലം 2 രൂപ നമ്മൾ ഫൈനായിട്ടാണ് ഈ ഒരു അപേക്ഷയോടൊപ്പം നൽകേണ്ടതായിട്ടുള്ളത്. എന്നാൽ 31 ദിവസം മുതൽ അല്ലെ 30 ദിവസം മുതൽ 1 വർഷം വരെയാണ് സമയം എന്നുണ്ടെങ്കിൽ അപേക്ഷ നൽകുന്നത് DDPക്കാണ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്തിനാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. ഈ കുട്ടിയുടെ പേര് ചേർക്കാൻ സാധിച്ചില്ല, അതിനാൽ ഈ കുട്ടിയുടെ പേര് ബർത്ത് രജിസ്റ്ററിൽ ചേർത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ ഫോം നൽകുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടി ജനിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിക്ക്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ ഏതാണോ അതിലെ സെക്രട്ടറിക്ക് ഒരു മാപ്പപേക്ഷ ഇവിടെ നൽകേണ്ടതായിട്ടുണ്ട്. അതായത് ഈ സമയത്തിനുള്ളിൽ, കാലയളവിനുള്ളിൽ ഇന്ന കാരണത്താൽ, അറിവില്ലായ്മ മൂലമാകാം, അങ്ങനെ എന്ത് കാരണത്താലാണോ നിങ്ങൾക്ക് പേര് ചേർക്കാൻ സാധിച്ചില്ല, ആയതിനാൽ ഈ ഒരു മാപ്പപേക്ഷയായിട്ട് സ്വീകരിച്ച് എൻ്റെ കുട്ടിയുടെ പേര് ബർത്ത് രജിസ്റ്ററിൽ ചേർത്ത് നൽകണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞൊരു മാപ്പപേക്ഷ കൂടെ നൽകിയതിന് ശേഷമാണ് ഈ ഒരു അപേക്ഷ ഫോം DDPക്ക്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്തിന് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷയോടൊപ്പം ഒരു 2 ഗസറ്റഡ് ഓഫീസർമാരുടെ അഫിഡവിറ്റ് കൂടെ ആവശ്യമായിട്ടുണ്ട്. ആ ഒരു അപേക്ഷ ഫോറത്തിൽ തന്നെ ഈ ഒരു അഫിഡവിറ്റ് ഫില്ല് ചെയ്യാനുള്ള ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഈ ഒരു നിർദ്ദിഷ്ട ഫോറമാണ് നിങ്ങൾക്ക് ഈ ഒരു അഫിഡവിറ്റിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അത് നിങ്ങളുടെ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തന്നെ അന്വേഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും കടകളിലൊക്കെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോറം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഈ ഒരു രീതിയിലാണ് പേര് ചേർക്കുന്നത്. കാരണം അത് ആ ഒരു അപേക്ഷയോടൊപ്പം തൊട്ടടുത്തുള്ള നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏത് എണ്ണം 1-2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നിങ്ങളുടെ കുട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു NOC കൂടെ ആവശ്യമായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കുട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള NOC കൂടി ആവശ്യമായിട്ടുണ്ട്. സാധാരണയായിട്ട് ഇപ്പോൾ എല്ലാം ഓൺലൈനിലായതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു NOC ലഭ്യമാകുന്നതാണ്. അല്ലെങ്കിൽ ഇത് ഓഫീസിൽ നിന്ന്, നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്ന് തന്നെ ഈ ഒരു NOC ലഭ്യമാക്കണം എന്നാണ് പറയുന്നത്. എന്നാലും അവർ ആവശ്യപ്പെടാറുണ്ട്. ഓരോ പഞ്ചായത്തുകളിലും അതിൻ്റെ ഒരു വ്യത്യസ്തമാണ് അവരുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ 1 വർഷത്തിന് മുകളിലുള്ള കേസുകളാണ് എന്നുണ്ടെങ്കിൽ, 1 വർഷത്തിന് ഉള്ളിൽ കുട്ടി ജനിച്ചതിന് ശേഷം ബർത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അപേക്ഷ നൽകുന്നത് നിങ്ങളുടെ RDOയ്ക്കാണ്, റവന്യൂ ഡിവിഷണൽ ഓഫീസർ. ഓരോ ജില്ലകളിലും വ്യത്യസ്തമായിരിക്കും. 1-2 RDOമാരുണ്ടാവും. അപ്പം നിങ്ങളുടെ RDO ആരാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ RDOയ്ക്കാണ് അപേക്ഷ നൽകേണ്ടത്. എൻ്റെ കുട്ടിയുടെ ബർത്ത് രജിസ്റ്റർ ചെയ്യാൻ ഇന്ന കാരണത്താൽ, അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ ഇന്ന കാരണത്താൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല, ആയതിനാൽ അപേക്ഷയായിട്ട് സ്വീകരിച്ച് എൻ്റെ കുട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്ത് നൽകണം എന്ന് പറഞ്ഞൊരു അപേക്ഷ സഹിതം ഈ ഒരു നിർദ്ദിഷ്ട ഫോറത്തിൽ, ആ ഫോം നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. ആ ഒരു RDOയ്ക്കുള്ള അപേക്ഷയോടൊപ്പം നിങ്ങളുടെ സെക്രട്ടറിക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിക്ക് ഒരു മാപ്പപേക്ഷ കൂടി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിയുടെ പേര് ഒരു പഞ്ചായത്തിലും, നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിന് തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലൊന്നും പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു NOC കൂടി ആവശ്യമായിട്ടുണ്ട്. അത് ഏതാണ് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ അപേക്ഷ നൽകുക, വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ നൽകുകയാണെങ്കിൽ ഒരു സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റിനോടൊപ്പം തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ പേര് ചേർത്തിട്ടില്ല എന്നുള്ളൊരു NOC സഹിതം നിങ്ങളുടെ ഒരു വെള്ള പേപ്പറിലുള്ള ഒരു അപേക്ഷയും അതുപോലെ തന്നെ നിർദ്ദിഷ്ട ഫോറത്തിലുള്ള ഒരു അപേക്ഷയും സഹിതം ഈ RDOയ്ക്കാണ് അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ അപേക്ഷ നൽകുമ്പോഴേക്കും ഒരു ക്ലാസ്സിൽ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ, 1-ാം ക്ലാസ്സിൽ മുതലാണ് ഒരു രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. എന്നാൽ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നതിന് മുമ്പുള്ള 1 വയസ്സ് മുതൽ ഈ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റുകളൊന്നും ലഭ്യമല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ, കുട്ടി ജനിച്ചായിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊന്നും ലഭ്യമല്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കേസ് നേരെ പോലീസിന് കൈമാറും. നിങ്ങളുടെ ലോക്കൽ പോലീസ് ഓഫീസിലേക്ക്, ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഒരു ഫയൽ കൈമാറുകയും പോലീസിൻ്റെ എൻക്വയറിയിൽ ഈ കുട്ടി ജനിച്ചത് ആ ഒരു പഞ്ചായത്ത് തന്നെയാണ് എന്ന അവരുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ കുട്ടിയുടെ പേര് ബർത്ത് രജിസ്റ്ററിൽ ചേർത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ 1 വയസ്സിന് മുകളിലുള്ള എല്ലാ കേസുകളിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻ്റ് ആവശ്യമായിട്ടുണ്ട്. ഡോക്യുമെൻ്റ് ഇല്ലാത്ത കേസുകളിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുക. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റും അതുപോലെ മാപ്പപേക്ഷയും സഹിതം, അതുപോലെ NOCയും നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷയും സഹിതം RDOയ്ക്ക് അപേക്ഷ നൽകുകയും RDOയുടെ സാങ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സെക്രട്ടറി നിങ്ങളുടെ പേര് ബർത്ത് രജിസ്റ്ററിൽ പേര് ചേർത്ത് നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അതുപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു ഉപകാരപ്രദമായ വിഷയമായിട്ട് വീണ്ടും കാണാം. See you.